Hi students, good morning to all. Welcome to the online session of Merimada College. Welcome to the subject Organizational Behavior, OB. Let us see what is OB. OB is Organizational Behavior. So in simple terms, Organizational behavior refers to the behavior of persons in an organization. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഉള്ള മെമ്പേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു പഠനമാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോ the field of organizational behavior is concerned with the study of what people do in an organization and how that behavior affect the performance of the organization. അതായത് ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ മെമ്പേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും ആ ബിഹേവിയർ മൂലം ആ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയാണ് organizational behavior അല്ലെങ്കിൽ OB explain ചെയ്യുന്നത്. So before going to this topic organizational behavior, let us see what is an organization. എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? As you all know, an organization is a collection of people who work together to achieve individual and organizational goals. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അവരുടെ പേഴ്സണൽ ഗോളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ഗോളുകളും ഇൻഡിവിജ്വൽ ഗോൾ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസിനെ ആണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ an organization is a collection of people who work together to achieve individual and organizational goals. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി. സോ വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ? ഒരുപാട് ഡെഫിനിഷൻസ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ പല വ്യക്തികൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ ഡെഫിനിഷൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ലൂതൻസ് പറയുന്നത് പ്രകാരം OB ഈസ് ഡയറക്ട്ലി കൺസേൺഡ് വിത്ത് ദ അണ്ടർസ്റ്റാൻഡിംഗ്, പ്രൊഡിക്ഷൻ and control of human behavior in an organization. അപ്പോൾ OB എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു? അണ്ടർസ്റ്റാൻഡിങ്, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അത് പ്രഡിക്റ്റ് ചെയ്യുന്നു, അത് കൺട്രോൾ ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിലുള്ള വ്യക്തികളുടെ സ്വഭാവത്തെ മനസ്സിലാക്കുകയും അതിനെ പ്രഡിക്റ്റ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് ലൂതൻസിന്റെ ഡെഫിനിഷൻ ആണിത്. അതുപോലെ തന്നെ സ്റ്റീഫൻ പി റോബിൻസ് എന്താണ് OBയെ ഡിഫൈൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. OB ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ഇമ്പാക്ട് ദാറ്റ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്സ് ആൻഡ് സ്ട്രക്ചർ ഹാവ് ഓൺ ബിഹേവിയർ within organization for the purpose of applying such knowledge towards improving the organization's effectiveness. അപ്പോൾ സ്റ്റീഫൻ പി റോബിൻസ് പറയുന്നത് OB എന്ന് പറയുന്നത് ഒരു പഠന മേഖലയാണ്, ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്. സോ ഈ ഒരു പഠന മേഖല കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് ദ ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്സ് ആൻഡ് സ്ട്രക്ചർ how on behavior within the organizations. ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെയും ഒരു ഗ്രൂപ്പിൻ്റെയും അതുപോലെ ഒരു സ്ട്രക്ചർ, അവരുടെ ആ ബിഹേവിയർ ഒരു ഓർഗനൈസേഷനെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വലിൻ്റെയും ഗ്രൂപ്പിൻ്റെയും സ്ട്രക്ചറിനെയും കുറിച്ചുള്ള അറിവുകൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ്, ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് OB എന്ന് പറയുന്നത്. അനദർ ഡെഫിനിഷൻ DR ക്ലർക്ക് എന്ന് പറയുന്ന ആള് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആസ് ദ സ്റ്റഡി
and application of knowledge about how people, individuals and groups act in organization. ഇപ്പോൾ എല്ലാ ഡെഫിനിഷനുകളും നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ ലെവൽ ഉള്ള ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ്. അതായത് ഒരു വ്യക്തി ഒരു ഓർഗനൈസേഷണൽ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറും ഓർഗനൈസേഷണൽ ബിഹേവിയറും ഇതെല്ലാത്തിനെ കുറിച്ചുള്ള നോളജ്, അത് എങ്ങനെ ആ ഓർഗനൈസേഷന് ഉപകാരപ്രദമായി കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് OB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷനാണ് OBയെ കുറിച്ച് ജോൺ ന്യൂസ്റ്റോം ആൻഡ് കെയ്റ്റ് ഡേവിസ്. കെയ്റ്റ് ഡേവിസും ജോൺ ന്യൂസ്റ്റോമും കൂടി ഡിഫൈൻ ചെയ്ത മറ്റൊരു ഡെഫിനിഷനാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ദ സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് അബൌട്ട് ഹൗ പീപ്പിൾ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ആസ് ഗ്രൂപ്പ് ആക്ട് വിതിൻ ഓർഗനൈസേഷൻസ്. ഇത് ഒരു സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, ഇതൊരു പഠന മേഖലയാണ്. അതുപോലെ തന്നെ ആ നോളജിനെ ഉപയോഗിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അബൌട്ട് ഹൗ പീപ്പിൾ ആസ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു ഗ്രൂപ്പ് എന്ന നിലയ്ക്കും അതിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ OB എന്ന് പറയുന്നത്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. So let us see OB as a tool. എന്തൊക്കെ രീതിയിൽ OBയെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ provides a set of tools that allow, എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നു, people to understand, analyze and describe behavior in an organization. People to understand, മനസ്സിലാക്കുവാനും അനലൈസ് ചെയ്യുവാനും വിശകലനം ചെയ്യുവാനും അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനും. ബിഹേവിയർ, ഓരോ ക്യാരക്ടർ, ഓരോ സ്വഭാവങ്ങളെ എന്തിനാണ് മനസ്സിലാക്കുവാനും അതിനെ വിശകലനം ചെയ്യുവാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുവാനും പീപ്പിളിനെ, ഒരാളെ സഹായിക്കുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ മാനേജേഴ്സിന് ഇംപ്രൂവ് ചെയ്യുവാനും എൻഹാൻസ് ചെയ്യുവാനും അതുപോലെ ഓർ ചേഞ്ച് വർക്ക് ബിഹേവിയർ സോ ദാറ്റ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് ദ ഹോൾ ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ദെയർ ഗോൾസ്. ഒരു മാനേജർക്ക് മാറുവാനുള്ള അല്ലെങ്കിൽ അത് നന്നാക്കുവാനുള്ള, ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ചേഞ്ച് വർക്ക് ബിഹേവിയർ, ഒരു മാനേജർക്ക് വർക്കിന്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാനും അതുപോലെ തന്നെ ഈ മാറ്റങ്ങളിലൂടെ ഒരു ഇൻഡിവിജ്വലിനും ഒരു ഗ്രൂപ്പിനും ഒരു ഓർഗനൈസേഷനും അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനും സഹായകമാകുന്ന ഒരു മേഖലയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ OB. So now let us see what are the objectives of OB. So first one, to describe behavior. As we already explained, it is a tool to describe the behavior of human being or people at work. So second one is to influence behavior. നമുക്ക് ഒരു ക്യാരക്ടറിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് OB എന്ന് പറയുന്നത്. സ്വാധീനിക്കുന്നതിലൂടെയാണ് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുക. സോ ഇത്തരത്തിലുള്ള മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണ്. സോ ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ,
First, to describe behavior, then to influence behavior, and third one, to understand behavior. സ്വഭാവത്തെ മനസ്സിലാക്കുക. And to predict behavior. അതുപോലെ ബിഹേവിയർ എങ്ങനെയായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ബിഹേവിയറിനെ പ്രവചിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെ നമുക്ക് പ്രവചിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് OB എന്ന് പറയുന്നത്. ടു ഡിസ്ക്രൈബ് ബിഹേവിയർ, ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ, ടു അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ ആൻഡ് ടു പ്രഡിക്റ്റ് ബിഹേവിയർ. So now let us see the goals of organizational behavior. എന്താണ് OBയുടെ goals? So this is almost similar to the objectives of OB. Both are same. So എന്താണ് objectives of OB എന്ന് ചോദിച്ചാലും എന്താണ് goals of OB എന്ന് ചോദിച്ചാലും both are similar or same. So എന്തൊക്കെയാണ് goals of organizational behavior? Describe the behavior, control the behavior, understand behavior, predict behavior. നമ്മൾ OBയുടെ ഒബ്ജക്റ്റീവ്സ് കണ്ട അതേ സെയിം തിങ്, സെയിം കാര്യങ്ങളാണ് നമ്മൾ ഗോൾസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OBയെ കുറിച്ച് പറയുമ്പോൾ OB ഈസ് എ വെരി ന്യൂ അക്കാഡമിക് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഫെയർലി ന്യൂ ഡിസിപ്ലിൻ ആണ്. അതായത് OB എന്ന ഈ ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ഈ ഒരു പാഠ്യ വിഷയം രൂപം കൊണ്ടിട്ട് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമൊന്നുമില്ല. അതായത് എക്സ്പേർട്സ് പറയുന്നത് ഈ OB ഫോം ചെയ്തത് US സിവിൽ വാറിന് ശേഷമാണ്. അതായത് ദാറ്റ് മീൻസ് ഏർലി 20th സെഞ്ച്വറി, 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആണ് OB എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ OB ഇവോൾവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പരിണാമം സംഭവിച്ച് മാറിയിരിക്കുന്നതാണ് ഏർലി ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസിൽ നിന്നും രൂപം കൊണ്ട ഒരു പേപ്പറാണ് OB എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ്. അതുപോലെ OB ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. OBയിൽ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ OBയിൽ ഒരുപാട് അഡീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചേഞ്ചിങ് ആണ്. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു ചേഞ്ച്. ഇനിയും ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ള സബ്ജക്റ്റിന്റെ പ്രത്യേകത. So its purpose is to build better relations by achieving human objectives, organizational objectives and social objectives. അപ്പോൾ ഈ പറഞ്ഞ 3 ഒബ്ജക്റ്റീവ്സിനെയും സമന്വയിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് OBയുടെ പ്രധാനമായിട്ടുള്ള ഒരു പർപ്പസ്. സോ എന്തൊക്കെയാണ്? ബെറ്റർ റിലേഷൻഷിപ്സ്, ബിൽഡ് ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക. ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സിനെയും ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനെയും സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനെയും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിലെ പരസ്പര ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ OB എന്ന പേപ്പറിലൂടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ OB എന്ന സബ്ജക്റ്റിന്റെ പർപ്പസ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. Now let us see what are the levels of OB. OBയുടെ ഡിഫറെന്റ് ലെവൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ ഗോൾസ്, ഗ്രൂപ്പ് ഗോൾസ്, ഓർഗനൈസേഷണൽ ഗോൾസ്, ഇതിനെല്ലാം സമന്വയിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് OB എന്ന് പറഞ്ഞു. OBയുടെ പർപ്പസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രധാനമായിട്ടും 3-4 ലെവൽസ് ആണുള്ളത്. സോ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബേസിക്കലി വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് ഗ്രൂപ്പ് ലെവൽ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് 2 or more പീപ്പിൾ. ഇപ്പം OB ഈ ഗ്രൂപ്പ് ലെവൽ ബിഹേവിയറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ലെവൽ, അത് ഒരു ഓർഗനൈസേഷണൽ ലെവലിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ അല്ലെ ഒരു ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബിഹേവിയർ. സോ ഇങ്ങനെ 3 ലെവൽസ് ആണ് നമ്മൾ ഈ OBയിൽ പറയുന്നത്. അത് കൂടാണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 4ാമത്തെ ഒരു ലെവലും കൂടെ നമ്മൾ
റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ ഇന്റർ ഓർഗനൈസേഷണൽ ലെവൽ എന്ന് പറയുന്നത്. രണ്ട് ഓർഗനൈസേഷൻ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ അതില് ആ ഒരു റിലേഷൻസും അതിന്റെ ബേസിക് ആയിട്ടുള്ള ബിഹേവിയറും. ഇവിടെ ലെവൽസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന ഫിഗറിൽ നമുക്ക് അത് ക്ലിയർ ആവും. സോ അത് ഇന്നർ റിംഗ് ആണ്, നമ്മൾ ഇന്നർ പാർട്ടാണ് ഇൻഡിവിജ്വൽ ലെവൽ, ആൻഡ് സെക്കൻഡ് പാർട്ട് അതിന്റെ പുറത്ത് വരുന്നതാണ് ഗ്രൂപ്പ് ലെവൽ, ദെൻ ഓർഗനൈസേഷണൽ ലെവൽ. ഇത് നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത സെയിം ഫിഗർ ആണ്. അഡീഷണൽ ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഇന്റർ ഓർഗനൈസേഷണൽ ലെവൽ എന്ന് പറയുന്നത്. ഇന്റർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഓർഗനൈസേഷൻ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ അന്നേരം ആ ഒരു ബന്ധത്തിന്റെ സ്വഭാവം, സോ അവിടെ ഇൻഡിവിജ്വൽസ് പ്രകടിപ്പിക്കുന്ന സ്വഭാവം. സോ ഇങ്ങനെ 4 ലെവൽസ് ആണ് നമ്മളിവിടെ OBയിൽ പ്രധാനമായിട്ടും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ലെവൽ, ഓർഗനൈസേഷണൽ ലെവൽ ആൻഡ് ഇന്റർ ഓർഗനൈസേഷണൽ ലെവൽ. സോ ഇത്രയും കാര്യങ്ങളാണ് OBയുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ പറയുവാനുള്ളത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.